ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. കുറച്ച് കാലമായിട്ട് നിങ്ങൾ കേൾക്കുന്ന ഒരു ന്യൂസ് ആയിരിക്കും നമ്മുടെ ഹോണ്ട സിറ്റി ഫേസ് ലിഫ്റ്റ് ഈ വരുന്ന മെയ് 22 വരുന്നു എന്നുള്ളത്. സിറ്റി ഫേസ് ലിഫ്റ്റ് മാത്രമല്ല, അതിൻ്റെ കൂടെ ZR-Vയും വരുന്നുണ്ട്. ഞാനിത് രണ്ടെണ്ണത്തിനും കൂടെ ചേർന്നിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ അകത്ത് നമ്മൾ സിറ്റിയെ പറ്റി അധികം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ വണ്ടി എന്തായാലും ഇപ്പോൾ കുറച്ചും കൂടെ ക്ലോസപ്പ് ആയിട്ട് ബ്രസീലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് സ്പൈ ഷോട്ട്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് വണ്ടി മൊത്തം ക്യാമഫ്ലാജിൽ തന്നെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ എന്നാൽ പോലും ഏകദേശം ഇതിൻ്റെ ഡിസൈൻ എന്തായിരിക്കും, അതുപോലെ ചേഞ്ചസ് എങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഐഡിയ കിട്ടും. അതാണ് സംഭവം. എന്തായാലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഈ ഇമേജസ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് പ്രൊഫൈൽ അത്യാവശ്യം വ്യത്യാസം കാണാനുണ്ട്. നമുക്കിപ്പോൾ ഒരു സിറ്റി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഹോണ്ടയുടെ തന്നെ ലേറ്റസ്റ്റ് ജനറേഷൻ വണ്ടികൾ, അതായത് നമ്മുടെ പ്രില്യൂഡിലൊക്കെ വരുന്ന പോലത്തെ ഒരു ചെറിയൊരു സി ഷേപ്പ് പോലത്തെ ലൈറ്റ്സിൻ്റെ ഒരു ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് പക്ക സി ഷേപ്പ് പോലെ വരുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഹെഡ് ലാംപ്സ് അത്യാവശ്യം നല്ലൊരു സ്ലീക്കായിട്ടാണ് നമ്മുടെ ഒരു ഗ്രില്ലിന് അങ്ങോട്ടേക്ക് മെർജ് ചെയ്ത് പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. അതുപോലെ DRLs ടോപ്പിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതെങ്കിലും അത് കുറച്ചും കൂടെ ഒരു നീറ്റായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന പോലെ കൊടുത്തിട്ടുണ്ട്. സോ എന്തായാലും ഫ്രണ്ട് ഡിസൈനിൽ വ്യത്യാസം വരും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. സാധാരണ ഇപ്പോൾ ഹോണ്ടയുടെ ഫേസ് ലിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ മൈനർ ആയിട്ടുള്ള ട്വീക്സ് ആയിരിക്കുമല്ലോ. ഇപ്പോൾ നമുക്ക് പണ്ട് അമേസിലൊരു ഫേസ് ലിഫ്റ്റ് കിട്ടിയായിരുന്നു. പിന്നെ ഇതുവരെ സിറ്റിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ജനറേഷൻ ഫേസ് ലിഫ്റ്റ്, ഇപ്പോൾ നമുക്ക് 2023 ചെറിയൊരു ഫേസ് ലിഫ്റ്റ് വന്നായിരുന്നു. അതിൻ്റെ അകത്ത് അവർ വെറുതെ മറ്റേ ഗ്രില്ല് മാത്രം മാറ്റി ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയൊന്നും അല്ല, ഇത് അത്യാവശ്യം കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് തന്നെയാണ്. നമുക്ക് ബമ്പറിൻ്റെ താഴത്തെ എലമെൻസിൽ വ്യത്യാസം കാണും. ബമ്പറിൻ്റെ ഡിസൈൻ മാറ്റിയിട്ടുണ്ട്, ഗ്രില്ലിൻ്റെ ഡിസൈനിൽ വ്യത്യാസമുണ്ട്. കുറച്ചുകൊണ്ട് ഹണിക്കോം പാറ്റേൺ കാര്യങ്ങളൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അലോയ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് 16 ഇഞ്ചൊക്കെ തന്നെ ആയിരിക്കും ഇവിടെ കിട്ടുള്ളൂ. കാരണം അതിന് മുകളിൽ വേറൊരു വണ്ടിയിലും ഈ സെഗ്മെൻറ്റിൽ ഈ കാറ്റഗറിയിൽ വരുന്നില്ല. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നതിൽ ഒരു ബ്ലാക്ക് വീൽസ് ഒക്കെയാണ് കൊടുക്കുന്നത്. അതൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ആവട്ടെ, വീൽസ് അവർ ബ്രസീലിൽ ടെസ്റ്റ് ചെയ്യുന്ന വീൽസ് തന്നെ ഇവിടേക്ക് വരണമെന്നൊരു നിർബന്ധമില്ല. പക്ഷേ ഡിസൈനൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ റൂമേഴ്സ്. ബാക്കി സൈഡ് പ്രൊഫൈൽ എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് അങ്ങനെ പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് സെയിം OR-Vms തന്നെയാണ് വരുന്നത്. അതുപോലെ വണ്ടിയുടെ ലെങ്ത്തും കാര്യങ്ങളൊന്നും വ്യത്യാസം ഉണ്ടാവില്ല. ലെങ്ത്ത്, വിഡ്ത്ത്, ഹൈറ്റ് എല്ലാം എക്സാക്ട്ലി സെയിം ആയിരിക്കും. പിന്നെ ബമ്പറിൻ്റെ ഡിസൈനിലൊക്കെ ചെറിയ റിവിഷൻ വരുന്നുണ്ട്. ഒരു ചെറിയ ഓവർഹാങ്ങിൻ്റെ ഒക്കെ വ്യത്യാസം കൊണ്ട് 10-15 mm വല്ലതും കൂടും. അത് നമുക്കല്ലാതെ റിയൽ ലൈഫിൽ അത്ര വലിയൊരു ഡിഫറൻസ് ആയിട്ട് തോന്നേണ്ട കാര്യമില്ല, കാരണം ഒരു ഫേസ് ലിഫ്റ്റ് ആണല്ലോ. ഇനി അതല്ലാതെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ലെയിൻ വാച്ച് ക്യാമറ മാത്രമേ ടെസ്റ്റ് ചെയ്യുന്ന വണ്ടിയിൽ കാണാനുള്ളൂ. ഇന്ത്യയിൽ 360° ക്യാമറ തുടങ്ങിയ ഫീച്ചേഴ്സൊക്കെ ശരിക്കും എക്സ്പെക്റ്റഡ് ആയിരുന്നു. അത് അവർ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ല കാര്യം. പക്ഷേ കൊടുക്കുന്നില്ല. എന്തായാലും ടെസ്റ്റ് ചെയ്യുന്ന വണ്ടിയിലും അത് വന്നിട്ടില്ല. ലൈൻ വാച്ച് ക്യാമറയാണ് ഹോണ്ട പണ്ട് പോലെ കൊടുക്കുന്നത് ഇപ്പോൾ. പക്ഷേ ഈ സെഗ്മെൻറ്റിൽ പറയാൻ നമുക്ക് ആകെ പറഞ്ഞാൽ മാത്രമേ 360° ക്യാമറ വരുന്നുള്ളൂ. ഒരു ട്രസൻ സ്ലാബിലൊന്നും അവർ കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഫേസ് ലിഫ്റ്റ് കൊടുക്കില്ല എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. ഈ സെഗ്മെൻറ്റിലുള്ള ഒട്ടുമിക്ക എല്ലാ വണ്ടികൾക്കും ഇപ്പോൾ ഫേസ് ലിഫ്റ്റ് വരാണല്ലോ. അതിൽ ഏറ്റവും റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന വെർണയ്ക്കാണ്. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്ലാവിയ ഫേസ് ലിഫ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, വെർട്ടസ് ഫേസ് ലിഫ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈ ലേറ്റ് ആയിട്ടാണ് നമ്മുടെ സിറ്റി ഫേസ് ലിഫ്റ്റിന് ടെസ്റ്റിംഗ് ഒക്കെ തുടങ്ങിയത്. പക്ഷേ ആദ്യം വരാൻ പോകുന്നത് സർപ്രൈസിംഗ്ലി ഈ വണ്ടിയാണ് വെർണയ്ക്ക് ശേഷം. റിയർ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ അങ്ങനെ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും കാണാനില്ല. ആകെപ്പാടെ എനിക്ക് തോന്നിയത് റിയർ ബമ്പറിൻ്റെ ഡിസൈനിൽ കുറച്ച് വ്യത്യാസമുള്ളതായിട്ടാണ്. ടെയിൽ ലാംപ്സിൻ്റെ ഒക്കെ ഡിസൈൻ എക്സാക്ട്ലി സെയിം ആണ്. അതിൻ്റെ ഒരു സിലോട്ടൊക്കെ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് നമുക്കിപ്പം ബമ്പർ സ്പോയിലറും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊരു സട്ടിൽ രീതിയിൽ അവർ ഓപ്ഷനായിട്ട് കൊടുക്കുമായിരിക്കും. ഇനി ഇതുവരെ വന്നിരിക്കുന്ന റൂമേഴ്സ് അനുസരിച്ച് ഈ വാഹനത്തിൽ എക്സ്റ്റീരിയർ ചേഞ്ചസ് വളരെ കുറവും ഇൻറ്റീരിയർ ചേഞ്ചസ് കുറച്ച് കൂടുതലായിരിക്കും എന്നാണ് പറഞ്ഞു കേട്ടത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പുതിയ ജനറേഷൻ അമേസിൻ്റെ ഇൻറ്റീരിയേഴ്സ് ആണ്. സോ ഇതിനകത്ത് നമുക്ക് ഡാഷ്ബോർഡിലും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. അതുപോലെ എലവേറ്റ് എടുക്കുകയാണെങ്കിലും അമേസ് പോലൊക്കെ തന്നെ, പക്ഷേ കുറച്ചും കൂടി സോഫ്റ്റ് മെറ്റീരിയൽസ് എല്ലാ കാര്യങ്ങളും ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളൊരു മോഡലാണ് എലവേറ്റിൻ്റെ ഇൻറ്റീരിയേഴ്സ്. എന്തായാലും നമുക്ക് സിറ്റിയിലും എലവേറ്റിൽ കിട്ടുന്ന പോലെ 10 inches സ്ക്രീനിലോട്ട് ഉറപ്പായിട്ടും സൈസ് കൂടും. ഇപ്പോൾ 8 inches വരെ കിട്ടുന്നുള്ളൂ. സിറ്റിയുടെ ഇൻറ്റീരിയർ ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ കുറച്ച് ബേസിക് ആണ്, നമുക്ക് ഒരുപാട് സോഫ്റ്റ് മെറ്റീരിയൽസ് ഒന്നും അങ്ങനെ കിട്ടുന്നില്ല. ആൻഡ് ഓവറോൾ ഇൻറ്റീരിയറിൽ വരുന്ന ഫീച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ കുറച്ച് ഡേറ്റഡ് ആയിട്ട് തുടങ്ങാൻ തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും അതിലൊരു അപ്ഗ്രേഡ് ആയിട്ട് ഒന്നാമത്തെ കാര്യം നേരത്തെ പറഞ്ഞു 360° ക്യാമറ ഒക്കെ കൊടുക്കാമെന്ന്. പിന്നെ കൊടുക്കാൻ പറ്റുന്നത് ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്. അത് ഹോണ്ടയുടെ ഒരു വണ്ടിയിലും നമുക്ക് ഇപ്പോഴും ഇവിടെ കിട്ടുന്നില്ല. ഇതിൻ്റെ സീറ്റ്സിൻ്റെ ഡിസൈൻ അതുപോലെ ഓവറോൾ കംഫർട്ടും കാര്യങ്ങളൊക്കെ നല്ലതാണ്. പക്ഷേ അതിൻ്റെ അകത്ത് ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ വെന്റിലേഷനോട് കൊടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയതിനെ. നമുക്കപ്പോൾ ലോങ് ജേർണീസ് ഒക്കെ എന്തെങ്കിലും പോകുകയാണെങ്കിലും പ്രത്യേകിച്ച് വെന്റിലേറ്റഡ് സീറ്റ്സ്, ഇലക്ട്രിക് സീറ്റ്സ് തന്നെ ഇപ്പോൾ കൊടുത്തില്ലെങ്കിലും നമുക്ക് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ മതി. അതിനകത്ത് തന്നെ മെമ്മറി ഒന്നും മിക്കവാറും ഈ സെഗ്മെൻറ്റിൽ ഉള്ള ഒരു വണ്ടിയിലും വരാറില്ല. മെമ്മറി എങ്കിലും ഉണ്ടെങ്കിലും എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഗിമ്മിക്ക് അല്ലെങ്കിൽ എസ്തെറ്റിക്സ് പോലെ പറയാത്രേ ഉള്ളൂ. ഇതൊന്നും അല്ലാതെ സേഫ്റ്റി ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ ഇപ്പോഴും ഈ വണ്ടി അത്യാവശ്യം നല്ലതാണ്. നമുക്ക് ലെവൽ 2 ADAS ഈ വാഹനത്തിൽ 2023 ഫേസ് ലിഫ്റ്റ് പോലെ അതും ബേസിക് വേരിയൻ്റ് പോലെ അവർ കൊടുക്കുന്നുണ്ട്, മാനുവലും കൊടുക്കുന്നുണ്ട്. സോ ബേസിക് ഇൻ ദ സെൻസ് VXL എന്നുണ്ട് അത് കിട്ടി തുടങ്ങുന്നുണ്ട്. എന്തായാലും അതുകൊണ്ട് അക്കാര്യത്തിലും നമുക്ക് വേറെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇൻഫാക്ട് ADAS ഉള്ള ഈ സെഗ്മെൻറ്റിൽ വരെ ഒരു വണ്ടിയും ഇത് തന്നെയാണ്. അതുകൊണ്ട് അത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ എന്തായാലും മെക്കാനിക്കലി ഈ വണ്ടിയിൽ വേറെ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഇപ്പോൾ കിട്ടുന്ന സെയിം L15 സീരീസിലുള്ള DHC 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ ആയിരിക്കും വരുന്നത്. 121 PS പവറും 145 Nm ടോർക്കുമാണ് ജനറേറ്റ് ചെയ്യുന്നത്. CVT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് ഇതിനകത്ത് കിട്ടുന്നത്. ഹൈബ്രിഡ് അവർ കൊടുക്കുന്നുണ്ട് ഒരു ഓപ്ഷനായിട്ട്. പക്ഷേ അത് ഇമ്പോർട്ട് ചെയ്ത് അതിൻ്റെ പോർട്ടിനൊക്കെ കൊണ്ടുവരുന്നതുകൊണ്ട് വണ്ടി കുറച്ചധികം എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് അങ്ങനെ അധികം ആൾക്കാർ വാങ്ങാറില്ല. ഹൈ റൈഡറിനേക്കാളൊക്കെ എക്സ്പെൻസീവ് ആയിട്ട് ഒരു സിറ്റി ഹൈബ്രിഡ് വാങ്ങാമെന്ന് പറഞ്ഞാൽ അതും ഫീച്ചേഴ്സ് കുറവ്, ഗ്രൗണ്ട് ക്ലിയറൻസിന് അഡ്വാൻറ്റേജ് ഇല്ല. അങ്ങനെ ആൾക്കാർ പ്രാക്ടിക്കാലിറ്റി നോക്കുമ്പോൾ മറ്റേതായിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഇത് പക്ഷേ
അത്യാവശ്യം നല്ല പവർ ട്രെയിൻ ആയിരുന്നു. അവർക്ക് ഇവിടെ തന്നെ ലോക്കലൈസ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ അത്യാവശ്യം നല്ല സെയിലും കിട്ടിയാണ്. ഹോണ്ട പിന്നെ ചെയ്യാത്തതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല. 2028 സിറ്റിയുടെ പുതിയ ജനറേഷൻ അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് വേറെ പ്ലാറ്റ്ഫോമിലായിരിക്കും. കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിസൈൻ, എസ്തെറ്റിക്സ്, ഇൻറ്റീരിയേഴ്സ്, ഫീച്ചേഴ്സ് എല്ലാം കൊണ്ടായിരിക്കും അത് വരുന്നത്. സോ അതിന് മുന്നേ ഉള്ള അവസാനത്തെ ഒരു അപ്ഡേറ്റ് ആയിരിക്കും നമുക്കിപ്പോൾ കിട്ടാൻ പോകുന്ന ഈ പുതിയ ഫേസ് ലിഫ്റ്റ്. എന്തായാലും നിങ്ങൾക്ക് എന്താണ് ഈ വാഹനത്തിനെ പറ്റി പറയാനുള്ളത് എന്ന് താഴെ കമൻസിൽ പറഞ്ഞേക്കാം. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനങ്ങൾക്ക് എന്തെങ്കിലും ആക്സസറീസോ ക്ലീൻ പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രോഡക്റ്റ് ടാഗ് ഉറപ്പായിട്ടും ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്യാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.